തെരുവ് നായ ആക്രമണം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യാവകാശ ഫോറം കേരളയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി തോഷിബയ്ക്ക് സമീപം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം കൊടുക്കുന്നതിനാണ് ഒപ്പുശേഖരണം നടത്തിയെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരള സംസ്ഥാന പ്രസിഡന്റ് ടി.കെ. അബ്ദുൽ അസീസ് പറഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരളത്തിലെമ്പാടും തെരുവ് നായ ശല്യത്തിനെതിരെ അക്രമികളായ തെരുവ് നായകളെ നിർമ്മാർജ്ജനം ചെയ്യണം, ഒഴിവാക്കണം. ജനങ്ങളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെ ഒരു സർക്കാരുകളും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരവും വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറിയതുകൊണ്ട് മാത്രമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇതിറങ്ങുന്നത്. കേരളത്തിലെമ്പാടും ഇത്തരം തെരുവ് നായക്കെതിരെയുള്ള അക്രമികളായ തെരുവ് നായകൾക്കെതിരെ ഷെൽട്ടറുകളോ ABC പദ്ധതികളോ ഒന്നും ഇതുവരെ നടക്കാത്തത് കൊണ്ട് ഇതിനെ മുന്നിട്ടിറങ്ങേണ്ട അവസ്ഥ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന് നിർബന്ധിതമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രശ്നവുമായി കേരളത്തിലെമ്പാടും ഒപ്പുശേഖരണം നടത്തി വരുന്നത്. എല്ലാ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ തേടിക്കൊണ്ട് എല്ലാ ചർച്ചുകളും ക്ഷേത്രങ്ങളും മസ്ജിദുകളും വഴി ഞങ്ങൾ ഈ ഒപ്പുശേഖരണം നടത്തുകയാണ്. ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നതിന് വേണ്ടി ചീഫ് ജസ്റ്റിസുമാർക്ക്, ഹൈക്കോടതി, സുപ്രീം കോടതി ജസ്റ്റിസുമാർക്ക് നൽകുന്നതിനും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനും ഈ നിവേദനം ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം തെരുവ് നായ ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സ്കൂൾ കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമടക്കം നിരവധി ആളുകൾ തെരുവ് നായയുടെ ആക്രമണത്തിനിരയാകുന്നത് ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തെരുവ് നായകളുടെ പേരുകളും അവയുടെ ആക്രമണം കർശനമായി നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുക എന്നതാണ് ഉദ്ദേശം. ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം ഫാദർ മാത്യു അറക്കൽ നിർവഹിച്ചു. നാട്ടിൽ പുറത്തു പോയി നടക്കുമായിരുന്നു, മോർണിംഗ് വാക്ക്. കൊറോണ വന്നപ്പോൾ വീട്ടിനകത്താക്കി, പറമ്പിലെ മുറ്റത്തുമൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് പോകില്ല, കാരണം ഈ ഒരു പട്ടിയാണ്. അതുകൊണ്ട് പട്ടിക്കെതിരായിട്ട് വരുന്ന എല്ലാ കാര്യത്തിനും ഞാൻ സഹായിക്കുന്നു. തെരുവ് നായകൾക്ക് ഓരോ വർഷവും സംസ്ഥാനത്ത് നായകടിയേറ്റ് ചികിത്സ തേടുന്നത് 2 ലക്ഷം പേർ. കഴിഞ്ഞ 2 വർഷമായി 3 ലക്ഷം കടന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 89 പേർ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയവരിൽ ഉൾപ്പെടുന്നു. 2016 മുതൽ 2024 വരെ വന്ധീകരിച്ചത് 1,16,000 നായകളെ മാത്രം. എല്ലാ തെരുവ് നായകളെയും വന്ധീകരിക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഷെൽട്ടർ ഫോമുകൾ തുറക്കുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനം ഫയലിൽ തന്നെ. കഴിഞ്ഞ വർഷം ജില്ലയിൽ നായകടിയേറ്റവർ 32,086 പേർ. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നായകടിയേറ്റവർ 3,17,000 പേരാണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് സംസ്ഥാനത്ത് 1,50,000 മാത്രം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രതിദിനം 100 പേരെങ്കിലും നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നു. കൊച്ചി കോർപ്പറേഷനിൽ 20,000 തെരുവ് നായകളുണ്ട്. ഫാദർ സ്റ്റാലി അലക്സ്, സജി നമ്പൂതിരി, കെ ആന്റണി, ഫ്രാൻസിസ് അറക്കൽ, ജെ കുറ്റിക്കാട്ട്, ഖാദർ മാവേലി, KS അബ്ദുൽ സലാം, പ്രശാന്ത് തട്ടുമല, ഓമന തോമസ്, മേരിക്കുട്ടി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഒപ്പുശേഖരണം.